നമസ്കാരം. ആർട്ടിക്കിൾ 19ലേക്ക് സ്വാഗതം. മന്ത്രി ശ്രീ എം.ബി. രാജേഷാണ് ഇന്ന് അതിഥിയായി എത്തുന്നത്. സ്വാഗതം സർ. നമസ്കാരം. ഇപ്പോൾ താങ്കളുടെ വകുപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുബോധമുണ്ട്. കേരളത്തിൽ മദ്യവരുമാനമാണ് കേരളത്തിൻ്റെതായ പ്രധാന വരുമാന സ്രോതസ്. അതിന് മറ്റൊരു അർത്ഥം കൂടിയുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം ചെലവഴിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടി എന്നുള്ളതാണല്ലോ. ഈ ഒരു പൊതുബോധ നിർമ്മിതി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ വകുപ്പുകളിൽ ഒന്ന് മാത്രമാണ് എക്സൈസ്. എക്സൈസിൻ്റെ മാത്രം മന്ത്രിയല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൂടിയുണ്ട്. ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇങ്ങനെ കേരളത്തെക്കുറിച്ച് ഒരുപാട് വ്യാജ നെറേറ്റീവുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് കേരളം മദ്യത്തെ നിന്നുള്ള വരുമാനത്തെ ആശ്രയിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു സംസ്ഥാനമാണ്. മദ്യവും ലോട്ടറിയുമാണ് കേരളത്തിൻ്റെ പ്രധാന വരുമാനം എന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ്, വസ്തുതാവിരുദ്ധമാണ്. അപ്പം എൻ്റെ കൈവശം കണക്കുകളുണ്ട്. ഞാനിത് അസംബ്ലിയിൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് പ്രാധാന്യമുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ 2022-23 തനത് വരുമാനം എന്ന് പറഞ്ഞാൽ തനത് നികുതി വരുമാനം, നികുതിയേതര വരുമാനം പ്ലസ് കേരളത്തിൽ നിന്ന് പിരിക്കുന്ന കേന്ദ്ര നികുതിയുടെ വിഹിതം. കേരളത്തിന് നമ്മുടെ തർക്കം അക്കാര്യത്തിലാണ്. കേരളത്തിൽ നിന്ന് കേന്ദ്രം പിരിക്കുന്ന നികുതിയുടെ അർഹമായ വിഹിതം കേരളത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 66,166 കോടി രൂപ കേന്ദ്രം കേരളത്തിൽ നിന്ന് നികുതിയായി പിരിച്ചു. നമുക്ക് തിരിച്ചു കിട്ടിയത് 32,000 ചില്ലാനം കോടിയാണ്. ബാക്കി 34,000 കോടിയുടെ നഷ്ടം വന്നു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. കേരളത്തിൽ നിന്ന് കേന്ദ്രം പിരിക്കുന്ന നികുതിയുടെ വിഹിതം, ഗ്രാൻറ്റുകൾ, പിന്നെ അതിൽ കൂടി ചേർക്കേണ്ടതാണ് വായ്പാ വിഹിതം കൂടി, വായ്പാ പരിധി കൂടി. ഇനി അത് ചേർത്തില്ലെങ്കിൽ പോലും ഈ നികുതിയേതര വരുമാനം ആകെ നോക്കിയാൽ 1,16,000 കോടി രൂപ വരും. എത്രയാണ് മദ്യത്തിൽ നിന്ന് ഇതിൽ കേരളത്തിൻ്റെ വരുമാനം? 17,719 കോടി രൂപ മാത്രമാണ്. എത്ര ശതമാനം? 11% മാത്രമേ വരുന്നുള്ളൂ. കണക്കുകൾ വെച്ചാണ് പറയുന്നത്. 1,16,000 കോടി രൂപ കേരളത്തിന് ആകെ വരുമാനമുള്ളപ്പോൾ മദ്യത്തിൽ നിന്നുള്ള വരുമാനം 17,719 കോടി 2022-23 കണക്കാണ്. അപ്പോൾ വെറും 2 തരത്തിലുള്ള നികുതി കേരളം ചുമത്തുന്നുണ്ട്. ഒന്ന് എക്സൈസ് ഉണ്ട്, പിന്നെ സെയിൽസ് ടാക്സ് ഉണ്ട്. ഇനി മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ളൊരു താരതമ്യം നമുക്ക് നോക്കാം. കേരളത്തിൽ മദ്യത്തെ മാത്രം ആശ്രയിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അത് തെറ്റാണെന്ന് നമ്മൾ കണ്ടു. 11% മാത്രമാണ് കേരളത്തിൻ്റെ വരുമാനത്തിൽ മദ്യത്തിൻ്റെ പങ്ക്. ഇനി മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്താൽ തമിഴ്നാടിൻ്റെ ഇത് 2021-22 ബജറ്റ് എസ്റ്റിമേറ്റുകളാണ് അതാത് സംസ്ഥാനങ്ങളുടെ. തമിഴ്നാടിൻ്റെ കണക്കെടുത്താൽ തനത് നികുതി വരുമാനം മാത്രം തമിഴ്നാടിന് 1,26,644 കോടി. അതിൽ മദ്യത്തിൻ്റെ വിഹിതം 8,769 കോടി. കേരളത്തിന് മദ്യത്തിൻ്റെ വിഹിതം 2,700 കോടി. അതായത് കേരളത്തിൻ്റെ തനത് നികുതി വരുമാനത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ നോക്കിയാൽ എക്സൈസ് വിഹിതം 4%. തമിഴ്നാടിന് എക്സൈസ് വിഹിതം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 7% വരും തമിഴ്നാടിന്. അതിനേക്കാൾ കൂടുതലാണ് കർണാടകയുടേത്. കർണാടകയുടേത് 20% വരും എക്സൈസ് വിഹിതം. 24,580 കോടിയാണ്. കേരളത്തിന് 2,700 കോടി, കർണാടകയ്ക്ക് 24,580 കോടിയാണ് എക്സൈസ് വിഹിതം മാത്രം. സെയിൽസ് ടാക്സ് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ തെലുങ്കാനയ്ക്ക് 17,000 കോടി വരുന്നുണ്ട്. തെലുങ്കാനയെ സംബന്ധിച്ചും 20% മുകളിലാണ്. ഇനി UPയുടെയും മധ്യപ്രദേശിൻ്റെയും കാര്യം എടുക്കാം. മധ്യപ്രദേശിന് വരുന്നത് ഏതാണ്ട് 20% തൊട്ട് താഴെ വരുന്നു എക്സൈസ് നികുതി വിഹിതം. UPക്ക് 20% മുകളിൽ 22% എക്സൈസ് വരുമാനം UPയുടെ തനത് നികുതി വരുമാനത്തിൽ. കേരളത്തിൽ സെയിൽസ് ടാക്സും എക്സൈസ് നികുതിയും കൂട്ടിയാൽ പോലും 11% വരുന്നുള്ളൂ. അപ്പം അതാണ് നമ്മൾ കാണേണ്ട കാര്യം. പിന്നെ എന്തുകൊണ്ടാണ് നമുക്കറിയാലോ അത് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന പ്രചരണമാണ്. ഇനി ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഇന്ത്യയിലാകെ സംസ്ഥാനങ്ങൾക്ക് മുമ്പിലുള്ള വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന്, ഏതിലാണ് സെയിൽസ് ടാക്സ് ഏർപ്പെടുത്താൻ പറ്റുക? മദ്യത്തിനും പെട്രോളിയത്തിനും മാത്രമാണ്. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വരുമാന സ്രോതസ് ഏതാ? നികുതിയേതര വരുമാനമാണ്. ഭൂമിയുടെ മുകളിലുള്ള രജിസ്ട്രേഷൻ ഫീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി. ഈ 2 എണ്ണമാണ്
പിന്നെ വരുന്നത്. ബാക്കിയെല്ലാം കേന്ദ്രം GST കൈയടക്കി. സംസ്ഥാനങ്ങൾക്ക് നേരത്തെ നികുതി ചുമത്താൻ അധികാരമുണ്ടായിരുന്നത് മുഴുവൻ കവർന്നെടുത്തത് കേന്ദ്രമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രധാന വരുമാന സ്രോതസ്സുകളാക്കിയിട്ട് മദ്യം, പെട്രോളിയം എന്നിവയെ മാത്രം അങ്ങനെ ആക്കി മാറ്റിയത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഇതിൽ ഏറ്റവും തമാശയുള്ളൊരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന പ്രത്യേക ഫെസ്റ്റിവൽസ്, അതായത് ഓണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ അടുത്ത ദിവസം പത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ട മദ്യത്തിന്റെ കണക്ക്. ആളുകൾ ഏറ്റവും കൂടുതൽ കൗതുകത്തോടെ വായിക്കുകയും മാധ്യമങ്ങൾ അത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി നൽകുകയും ചെയ്യുന്ന ഒന്നാണ് അത്. അതേസമയം എത്ര കേക്ക്, ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിൽ എത്ര കേക്ക് വിറ്റഴിക്കപ്പെട്ടു എന്നുള്ളതിന്റെ കണക്കിനെ കുറിച്ചൊന്നും ഈ ഒരു എക്സാഗ്രേഷൻ കാണുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ മദ്യത്തിന്റെ കണക്ക്, ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിച്ച സ്ഥലം ഏതാണ്, എത്ര മദ്യം വിറ്റഴിക്കപ്പെട്ടു, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതൊക്കെ നമ്മൾ വെച്ച് പുലർത്തിപ്പോരുന്നൊരു കപടമായിട്ടുള്ള സദാചാരത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. വേറൊരു പ്രചരണം, കേരളത്തിൽ മദ്യോപഭോഗം കൂടുന്നു. കണക്കുകൾ കാണിക്കുന്നത് ദേശീയ ശരാശരിയോളം തന്നെ കേരളത്തിലുള്ളൂ എന്നുള്ളതാണ്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ മദ്യോപഭോഗം കേരളത്തിലില്ല. 2, മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലാണെങ്കിൽ ദേശീയ ശരാശരിയിലും താഴെയാണ് കേരളം. അപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്ന വസ്തുതയുണ്ട്. അതിന് വിപരീതമായ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു. അത് രാഷ്ട്രീയമാണ്. കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ഇത്തരത്തിലുള്ള വ്യാജ നിർമ്മിതികൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഉത്തരവാദപ്പെട്ട ആളുകൾ പോലും അതിൻ്റെ പ്രചാരകരാകുന്നു എന്നത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യം. ഈ ക്രമാനുഗതമായി ഈ കേരളത്തിൽ പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിലും കൗമാരക്കാർക്കിടയിലും ഈ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ഉപഭോഗം കൂടുന്നു എന്നുള്ളത് വസ്തുതയല്ലേ? കൂടുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് കൂടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്താകെ കൂടിയിട്ടുണ്ട്. കേരളം രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ. രാജ്യത്താകെയുള്ള പ്രവണതകൾ ഇവിടെയുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ നടത്തുന്ന ശക്തമായിട്ടുള്ള ഇടപെടലുകളുടെ, ക്യാമ്പയിൻ്റെ, ജനകീയ പ്രതിരോധത്തിൻ്റെ, അതിശക്തമായ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായി ഇപ്പോഴും ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് കേരളത്തിലെ മയക്കുമരുന്ന് ഉപഭോഗം. ഈ കഴിഞ്ഞ ദിവസം ഒരു രസകരമായ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീ MP രാജേഷിൻ്റെതായി ഉണ്ടായി. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്നുള്ളത് ശ്രീ MP രാജേഷ്, താങ്കൾ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. നിരവധി പേർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ഇതിനോടകം തന്നെ ഓൺലൈൻ വഴി വേഗത്തിൽ ലഭിച്ചിട്ടുണ്ടല്ലോ. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്നുള്ളതിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു? ഞാനതിൽ വധുവിൻ്റെയും വരൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞിട്ടില്ല. അത് മാധ്യമങ്ങളാണ് പറഞ്ഞത്. ഞാൻ പല വധൂവരന്മാർക്കും വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടിയ കാര്യം നേരത്തെയും പോസ്റ്റ് ചെയ്തിരുന്നു. അത് ശ്രദ്ധിക്കാതിരുന്നതും വാർത്തയാക്കാതിരുന്നതും മാധ്യമങ്ങളുടെ കുഴപ്പമാണ്. മാധ്യമങ്ങളുടെ കണ്ണിൽ പെട്ടത് ഈ ഒരു പ്രത്യേക വിവാഹത്തിൻ്റെ കാര്യമാണ്. ഞാൻ ആകെ അതിൽ പറഞ്ഞൊറ്റ കാര്യമേ ഉള്ളൂ, പ്രധാനമന്ത്രി പങ്കെടുത്ത വിവാഹം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനു മുമ്പ് സാധാരണക്കാർക്ക് പലർക്കും ഇത്തരം സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ സന്തോഷം, വിവാഹ സർട്ടിഫിക്കറ്റ് മാത്രമല്ല ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ സന്തോഷം അവർ പലരും ചെയ്ത വീഡിയോ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് പേജിൽ. അപ്പോൾ അതിന് മുമ്പ് ആരും നോക്കിയില്ല, അതിനു മുമ്പ് ആരും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഞാൻ ആരുടെയെങ്കിലും പ്രത്യേക പരിഗണന ആർക്കെങ്കിലും ഞാൻ കൊടുത്തിട്ടില്ല. മാധ്യമങ്ങൾ സെലക്റ്റീവായാണോ വാർത്തകൾക്കുള്ള ഹൈപ്പ് നിശ്ചയിക്കുന്നത്? തീർച്ചയായിട്ടും, അതിന് സംശയമില്ലല്ലോ. ആ ഹൈപ്പിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നല്ലോ ഈ പരാമർശിച്ച വിവാഹത്തെ മാധ്യമങ്ങൾ കൊണ്ടാടിയ രീതി. ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു സ്ഥലത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് വരുന്നത് 2 ആഴ്ചക്കിടെ 2 പ്രാവശ്യം വരുന്നു എന്നുള്ളത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ പ്രത്യേകിച്ചും ഇവിടെ ഏതെങ്കിലും ഒരു സീറ്റ് പോലും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ തൃശ്ശൂർ ജില്ലയിൽ 2 പ്രാവശ്യം പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് എന്തോ ഒരു പ്രത്യേക താല്പര്യം ഈ ജില്ലയോടുണ്ട് എന്നതുകൂടിയല്ലേ? വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയമാണ്. പക്ഷേ എനിക്ക് അത്ഭുതകരമായിട്ടുള്ള കാര്യം, അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിച്ചതിൻ്റെ ഒരാഴ്ച മുമ്പാണ്. ഇവിടെ വന്ന് പ്രസംഗിച്ചത് നാരീശക്തിയെക്കുറിച്ചായിരുന്നു. തൃശ്ശൂരിൽ വന്ന് ഒരാഴ്ച മുമ്പാണ് ഇന്ത്യയുടെ അഭിമാന താരങ്ങളായ റെസ്ലേഴ്സ് സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ളവർ കണ്ണീരോടെ തങ്ങൾക്ക് കിട്ടിയ അർജുന ഉൾപ്പെടെയുള്ള പരമോന്നതമായ പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ മുമ്പിൽ പെരുവഴിയിൽ വലിച്ചെറിഞ്ഞു വന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനൊക്കെ വിലയില്ലാതായിരിക്കുന്നു, അർത്ഥശൂന്യമായിരിക്കുന്നു, ഞങ്ങളുടെ മാനം സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, അതിന് ഈ സർക്കാരിൻ്റെ പിന്തുണ കിട്ടിയില്ല, അത് കവർന്നെടുത്ത കശ്മലന്മാർക്ക് ഈ സർക്കാർ പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞു. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം ഈ ഇരട്ടത്താപ്പ്, ഇതിലെ കാപട്യത്തെ കുറിച്ച് ചോദിക്കാൻ തയ്യാറായോ? അത് പറയാൻ തയ്യാറായോ?
പക്ഷേ നോക്കൂ, ഈ നമുക്ക് സാധാരണഗതിയിൽ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ തലേ ദിവസം നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയം മുതൽക്ക് തന്നെ നമ്മൾ റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞാൽ അതിന്റെ തലേ ദിവസം പ്രഖ്യാപിക്കുന്ന പത്മ പുരസ്കാരങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ചും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതിങ്ങനെ കാത്തിരിക്കും. പ്രത്യേകിച്ചും അടുത്ത എക്സാം, ഈ പറയുന്ന ഈ പൊതുവിജ്ഞാന പരീക്ഷകളിലൊക്കെ തന്നെയും ഇത് ചോദ്യമായി വരുമല്ലോ, പത്മ പുരസ്കാരങ്ങളെ കുറിച്ച്. പക്ഷേ ഇക്കുറി വന്ന പത്മ പുരസ്കാരങ്ങളിൽ വളരെ രസകരമായ ചില പേരുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു പേര് ഗൗരി ലക്ഷ്മി ഭായി ആയിരുന്നു. അപ്പോൾ ഗൗരി ലക്ഷ്മി ഭായി ഏതാണ്ട് 13ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ, അങ്ങനെയുള്ള ചില പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എം കെ സാനുമാഷ പോലുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നമുക്കൊപ്പം എത്രയോ പുസ്തകങ്ങൾ എഴുതുകയും സാഹിത്യ ലോകത്തിന്, ഇന്ത്യൻ സാഹിത്യ ലോകത്തിന് തന്നെ വലിയ സംഭാവനകൾ നൽകുകയും ചെയ്ത മഹാരഥന്മാർ ഇരിക്കുമ്പോൾ ഗൗരി ലക്ഷ്മി ഭായി പോലുള്ളവർ തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ ഒരു, ഈ പറയുന്ന ഇവരെ പോലുള്ള ആളുകൾക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ക്രൈറ്റീരിയ? എന്താണ് ഈ പത്മ പുരസ്കാരങ്ങളുടെയൊക്കെ ക്രൈറ്റീരിയ മാറിക്കഴിഞ്ഞോ? ഞാനിപ്പോൾ ഓരോ കേസായിട്ടെടുത്ത് പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഗവൺമെൻറ് എല്ലാത്തിനെയും ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ ആയുധമായിട്ടാണ്. രാഷ്ട്രീയ ലാഭനഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുമെങ്കിൽ ഭരണ അധികാരം ഉപയോഗിക്കും. ലാഭമുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അധികാരത്തെ ഉപയോഗിക്കുകയാണ്. അത് സർക്കാർ കൊടുക്കുന്ന പുരസ്കാരവും അങ്ങനെയാണ്. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നിതീഷ് കുമാറിനെ ഇങ്ങോട്ട് പിടിക്കാൻ വേണ്ടി കർപ്പൂരി താക്കൂറിന് പത്മ പുരസ്കാരം പ്രഖ്യാപിക്കുന്നു, ഭാരതരത്നം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പരമോന്നത ബഹുമതിയാണ് ഭാരതരത്നം. ഭാരതരത്നം തന്നെ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കാലുമാറ്റത്തിനുള്ള ഉപകാരമായിട്ടോ അല്ലെങ്കിൽ പ്രതിഫലമായിട്ടോ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി പുരസ്കാരങ്ങളുടെ കാര്യം പറയണം. എല്ലാത്തിനെയും രാഷ്ട്രീയമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോൾ അതിൽ രസകരമായ ഒന്നായി തോന്നിയത് ശശി തരൂരിൻ്റെതായ ഒരു ട്വീറ്റ് ഉണ്ട്. അദ്ദേഹം അതിൽ പ്രിൻസസ് ഗൗരി ലക്ഷ്മി ഭായ് എന്നാണ്, പ്രിൻസസ് അതായത് രാജകുമാരി ഗൗരി ലക്ഷ്മി ഭായ് ഈ അവാർഡിന് അർഹയാണ് എന്നും അവർ സാമൂഹ്യമായും ഈ പറഞ്ഞതുപോലെ സാംസ്കാരിക രംഗത്തും ഒക്കെ തന്നെയും നൽകിയിരിക്കുന്ന സംഭാവനകൾ വളരെ വലുതാണ് എന്ന തരത്തിലൊക്കെയാണ്. അതായത് ഈ പുരസ്കാരങ്ങൾ നൽകുന്നതിൽ ഒരു അനീതി ഉണ്ട് എന്ന് പൊതുമനസ്സ് ചിന്തിക്കുമ്പോൾ തന്നെ, സംഘമനസ്സല്ലാത്ത മനുഷ്യർ ചിന്തിക്കുമ്പോൾ തന്നെ ശശി തരൂരിന് അതിനെ ആ തരത്തിൽ അംഗീകരിക്കാൻ കഴിയുകയും ആദരിക്കാൻ കഴിയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ശശി തരൂർ അതിലും വലിയ കാര്യങ്ങളിൽ സംഘപരിവാറിൻ്റെ മനസ്സ് പിന്തുടരുന്നു എന്നത് നമ്മൾ ഞെട്ടലോടുകൂടി അടുത്ത ദിവസങ്ങളിൽ മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞല്ലോ, പലസ്തീനിലെ കൂട്ടക്കുരുതിയെ സംബന്ധിച്ച് അദ്ദേഹം ഹമാസ് ഭീകരരാണ് എന്ന് പറഞ്ഞ് സംഘപരിവാറിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിച്ച ആളാണ്. രണ്ടുപേരും തുല്യ ഉത്തരവാദികളാണ് എന്ന മട്ടിലായിരുന്നു. അവിടെ രണ്ടുപേരും തുല്യരാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ന്യായീകരിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഇസ്രായേലിനെ ന്യായീകരിക്കുന്നത് ഇന്ത്യയിൽ ആരാ? സംഘപരിവാറാണ്. അതാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് ശശി തരൂർ പറഞ്ഞ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ശശി തരൂർ എടുത്തിട്ടുള്ള, അയോധ്യയിലെ പ്രതിഷ്ഠയുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടും നമ്മൾ കണ്ടു. അപ്പോൾ ശശി തരൂരിൽ നിന്ന് അടുത്ത കാലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ പലതും ഈ പറഞ്ഞതുപോലെ സംഘപരിവാറിൽ നിന്ന് വരുന്ന നിലപാടുകളാണ്. ഈ അയോധ്യ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സീതാറാം യെച്ചൂരിക്ക് ക്ഷണം ലഭിക്കുകയും അടുത്ത നിമിഷത്തിൽ തന്നെ ആ ക്ഷണം നിരസിക്കാൻ സീതാറാം യെച്ചൂരി തയ്യാറാവുകയും ആ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ആലോചനകൾക്കും കൂടിയാലോചനകൾക്കും ഒക്കെ ശേഷമാണ് ഈ പറയുന്ന നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ അത്രയും ദിവസം ഇവർക്ക് എന്താണ് ഈ ആശയക്കുഴപ്പം എന്നൊരു ചോദ്യമില്ലേ? കാരണം ഈ അയോധ്യ എന്ന് പറയുന്നത് എത്ര വലിയ അനീതിയാണ് എന്നുള്ളത് കോൺഗ്രസിന് എന്തുകൊണ്ടാണ് മനസ്സിലാകാതെ പോകുന്നത്? കോൺഗ്രസിന് മനസ്സിലാവാത്തതിൻ്റെ കാര്യം, അയോധ്യ എന്ന കുടത്തിലടച്ച ഭൂതത്തെ തുറന്നുവിട്ടവരാണ് കോൺഗ്രസ് എന്നുകൊണ്ടാണ്. അത് കോൺഗ്രസ് ഇപ്പോഴും ഒരു അവകാശവാദമായിട്ട് പറയുന്നു. ഇന്ത്യയിലെ പല കോൺഗ്രസ് നേതാക്കളും പറയുന്നു. ആരാണ് 86-ൽ ആദ്യമായിട്ട് അവിടെ ആരാധനയ്ക്ക് തുറന്നു കൊടുത്തത്? 89-ൽ ശിലാന്യാസം അനുവദിച്ചത്? പിന്നീട് 89-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അയോധ്യയിൽ നിന്നാണ് രാജീവ് ഗാന്ധി തുടങ്ങിയത്. ഇപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടുകൂടി BJP നരേന്ദ്രമോദി പ്രചരണം തുടങ്ങുന്നത് പോലെ 89-ൽ അയോധ്യയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയതാണ് രാജീവ് ഗാന്ധി. 1992 ഡിസംബർ 6-ന് പള്ളി പൊളിക്കുമ്പോൾ ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത്? കോൺഗ്രസ്സുകാരനായിട്ടുള്ള നരസിംഹറാവു അല്ലേ? അപ്പോൾ കോൺഗ്രസ്സിന് അത് മനസ്സിലാവാത്തതിൽ യാതൊരു അത്ഭുതമില്ല. ഇനി അതിൻ്റെയും പിന്നിലേക്ക് പോയാൽ, ജവഹർലാൽ നെഹ്റു വിദേശത്ത് പോയ സന്ദർഭത്തിൽ
കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ വർക്കിംഗ് കമ്മിറ്റി ചേർന്ന് കോൺഗ്രസ്സിൽ RSSകാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചതാണ് സർദാർ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ. അത് കഴിഞ്ഞ് നെഹ്റു തിരിച്ചെത്തിയതറിഞ്ഞ് ക്ഷുഭിതനായി ആ തീരുമാനം റദ്ദാക്കുകയാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ഇന്ദിരാഗാന്ധിയെ അഭിനന്ദിച്ചുകൊണ്ട് RSS മേധാവിയായിരുന്ന അടിയന്തരാവസ്ഥക്കാലത്ത് RSS മേധാവിയായിരുന്ന ബാലാസാഹേബ് ദേവറസ് നിരവധി കത്തുകൾ എഴുതിയിട്ടുണ്ട്. 20 പരിപാടിക്ക് പിന്തുണ കൊടുത്തു. സഞ്ജയ് ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശത്തെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു. പിന്നെ ചൈനയും പാകിസ്ഥാനുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ദിരാഗാന്ധി നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചു. അടിയന്തരാവസ്ഥയിലെ ഇന്ദിരയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ ഓർക്കണം, അടിയന്തരാവസ്ഥയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ വാഴ്ത്തുന്നുണ്ട് ഈ കത്തുകളിലൂടെ. ഇങ്ങനൊരു അന്തർധാര എക്കാലത്തും RSSും കോൺഗ്രസും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണണം. അപ്പം അതുകൊണ്ട് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഈ ആശയക്കുഴപ്പം തീരുകയില്ല. അത് എക്കാലത്തും കോൺഗ്രസ് പിന്തുടരുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. സീതാറാം യെച്ചൂരിക്ക് ക്ഷണം കിട്ടിയപ്പോൾ അടുത്ത ക്ഷണത്തിൽ തന്നെ അത് നിരസിച്ചു. വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഇനി അവസാനം സോണിയാഗാന്ധി പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയല്ലോ, കുറേ കോൺഗ്രസ് നേതാക്കന്മാർ പോയല്ലോ. അതിലേക്ക് തന്നെ ഇത്രയും ആലോചനകൾക്ക് ശേഷം കോൺഗ്രസിനെ എത്തിക്കാൻ CPIMൻ്റെ ഈ നിലപാടാണ് കാരണമായി തീർന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യം എത്രയുണ്ട് എന്നതാണ്. ഈ നെഹ്റുവിയൻ സെക്യുലറിസം ഉണ്ടല്ലോ, അതായത് 1949 ഈ പറയുന്നത് പോലെ അയോധ്യയിൽ രാമസീത വിഗ്രഹങ്ങൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ആ വിഗ്രഹങ്ങൾ എടുത്ത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയൂ എന്ന് പറയുന്ന നെഹ്റുവിയൻ സെക്യുലറിസത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നീട് ഒരിക്കലും ആ സെക്യുലറിസത്തോട് സന്ധി ചേരാൻ തയ്യാറാകാതെ ഇപ്പോൾ പൂർണ്ണമായും ഒരു മൃദു ഹിന്ദുത്വ ലൈൻ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും രക്ഷയുള്ളൂ എന്ന നിലയിലേക്ക് പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. ആ നിലപാടിലേക്ക് എത്തിയതിൻ്റെ പതനമല്ലേ കോൺഗ്രസ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്, അല്ലെങ്കിൽ ആ നിലപാട് പിന്തുടർന്നതിൻ്റെ ഇപ്പോൾ പെട്ടെന്ന് എത്തിയതല്ല, പടിപടിയായി ആ നിലപാടിൽ ഇപ്പോൾ പൂർണ്ണമായും മതനിരപേക്ഷതയിൽ അവർ വെള്ളം ചേർത്തു. അതാണ് രാജീവ് ഗാന്ധി ചെയ്തത്. രാജീവ് ഗാന്ധി ആദ്യം ചെയ്തത് ഷാബാനു കേസിൽ നിയമനിർമ്മാണം നടത്തി, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി അയോധ്യ തുറന്നു കൊടുത്തു, ശിലാന്യാസം അനുവദിച്ചു, പിന്നീട് പള്ളി പൊളിക്കാൻ നരസിംഹറാവു കൂട്ടുനിന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പിന്നീട് ഈ പള്ളി പൊളിച്ച സ്ഥലത്ത് ക്ഷേത്ര നിർമ്മാണം നടത്തുമ്പോൾ കമൽനാഥ് ഊറ്റം കൊണ്ടത് ഞാൻ വെള്ളിക്കട്ടികളാണ് കൊടുത്തത് എന്ന് പറഞ്ഞിട്ടാണ്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അത് ദേശീയ വികാരമാണ് എന്ന് പറഞ്ഞു. ഏത് ദേശീയ വികാരമാണത്? അത് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന മതദേശീയതയുടെ വികാരമാണ്. അതിൻ്റെ വക്താക്കളായിട്ട് കോൺഗ്രസ് മാറിയില്ലേ? അതിൻ്റെ പതനമാണ് കോൺഗ്രസ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ടെലിവിഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ബീഹാറിലെ കോൺഗ്രസ് MLAമാരുടെ യോഗം വിളിച്ചു ചേർത്തത് ഹൈക്കമാൻഡിന് റദ്ദാക്കേണ്ടി വന്നു. കാരണം ഒരാളും കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെടാൻ പോലും തയ്യാറാവുന്നില്ല. അവർ BJPയിലേക്ക് കൂട്ടത്തോടെ പോകാൻ നിൽക്കുന്നു എന്നതാണ്. എന്തൊരു പതനത്തിലേക്കാണ് കോൺഗ്രസ് എത്തിച്ചേരുന്നത് എന്നാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ്സിനെ മതനിരപേക്ഷ ശക്തികൾക്ക് വിശ്വസിക്കാനാവുമോ? ഇപ്പോൾ വരുന്ന വാർത്ത ഏതാണ്? ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഒരൊറ്റ കോൺഗ്രസ് നേതാവിനെ പോലും ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ ഫോണിൽ വിളിച്ചിട്ട് പോലും MLAമാർ ആരും ബന്ധപ്പെടാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ അത് പറയുമ്പോഴാണ് ഈ ചില സൗഹൃദങ്ങൾ, ശ്രീ MP രാജേഷ് പോലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തതിൻ്റെ പേരിൽ വെട്ടിലായിട്ടുണ്ട്. അനുരാഗ് ഠാക്കൂറുമായിട്ടുള്ള ഒരു ഫോട്ടോ അന്ന് MP രാജേഷ് അപ്ലോഡ് ചെയ്യുകയും അത് വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തു. എങ്ങനെയാണ് MP രാജേഷിനെ പോലെ കമ്മ്യൂണിസ്റ്റുകാരന് അനുരാഗ് ഠാക്കൂറിനെ പോലൊരു ഫാസിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ പിന്തുടരുന്ന ഒരാളുമായിട്ട് ഇത്ര ചങ്ങാത്തം കൂടാൻ കഴിയുക എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം ഇപ്പോഴും റെലവൻ്റ് ആണ്. അല്ലല്ല, അതിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള പടം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള പടം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ അദ്ദേഹവുമായിട്ടുള്ള അത്ര സൗഹൃദം എനിക്ക് ഇദ്ദേഹമായിട്ടില്ല. കാരണം ഞങ്ങളെല്ലാം ഒരേ കാലത്ത് പാർലമെൻറ്റിലുണ്ടായിരുന്നു, ഏറെക്കുറെ ഒരേ പ്രായക്കാരാണ് എന്ന ഒരു സൗഹൃദമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ഏറ്റവും ശക്തമായിട്ട് പാർലമെൻറ്റിലുള്ള കാലത്ത് എതിർത്തിട്ടുള്ളതാണ് RSSൻ്റെയും BJPയുടെയും രാഷ്ട്രീയത്തെ. പാർലമെൻറ്റിന് പുറത്തും എതിർത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിന് പ്രത്യേകിച്ച് ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. രാഹുൽ ഗാന്ധിയോടും രാഷ്ട്രീയ വിയോജിപ്പുകൾ നിൽക്കുമ്പോഴും വ്യക്തിപരമായിട്ട് അദ്ദേഹമായിട്ട് സൗഹൃദമുണ്ട്. എന്നാൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പോ എതിർപ്പോ അതിലൊന്നും ഒരു കടുകുമണിക്ക് ഇളവ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുമ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ നിന്ന് 2019 വയനാട്ടിൽ നിന്ന് അതിഭീമമായ ഭൂരിപക്ഷത്തിൽ ജയിച്ച് പാർലമെന്റിലേക്ക് എത്തുകയുണ്ടായി. ഇക്കുറി വീണ്ടും അദ്ദേഹം
ഈ പറയുന്നത് പോലെ വയനാട്ടിൽ തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്നത് പോലെ 19-1 എന്നുള്ളതായിരുന്നല്ലോ ഒരു സീറ്റ് പാറ്റേൺ, ലഭിച്ചിരുന്ന സീറ്റുകളുടെ ഒരു എണ്ണം എന്ന് പറയുന്നത് UDF 19 LDF 1 എന്നുള്ളതായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായി പറഞ്ഞിരുന്ന ഒന്ന് ഈ രാഹുൽ ഗാന്ധി പ്രഭാവവും ഉണ്ടായിരുന്നു, ഒന്ന് ശബരിമല വിഷയവും ഉണ്ടായിരുന്നു. ഇക്കുറിയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇടത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ തിരിച്ചടിയാവില്ലേ? മലയാളത്തിലൊരു ചൊല്ലില്ലേ, ഒരിക്കൽ ചക്ക വീണപ്പോൾ മുയൽ ചത്തെന്ന് കരുതി എപ്പോഴും അതുണ്ടാവില്ല എന്നുള്ളത്. ഓക്കെ, രാഹുൽ ഗാന്ധി ഇക്കുറി ഒരു ഭീഷണിയല്ല എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരിക്കൽ അബദ്ധത്തിൽ ചക്ക വീണപ്പോൾ മുയൽ ചത്തു എന്ന് കരുതിയിട്ട് എപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കില്ല. ഈ പ്രാവശ്യം അതേസമയം ഈ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ, ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്ത് ഇല്ല എന്ന് മന്ത്രി ശ്രീ MB രാജേഷ് വിശ്വസിക്കുന്നുണ്ടോ? ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസും BJPയും മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്നത്. അതിന് കിണഞ്ഞ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമത്തിൻ്റെ ആയുധം എന്താണ്? കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി. അത് മാറ്റി നിർത്തിയാൽ സർക്കാരിനെതിരെ മറ്റൊന്നും പറയാനാവില്ല. അതുതന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ തന്നെ ഏക പ്രതി ആരാണ്? കേന്ദ്ര സർക്കാർ മാത്രമാണ്. സംസ്ഥാനം കഴിഞ്ഞ 2 വർഷം കൊണ്ട് അതിൻ്റെ തനത് വരുമാനത്തിൽ 30,500-ലധികം കോടി രൂപയുടെ വർധനമുണ്ടാക്കി. 2 വർഷം കൊണ്ട്. ഇപ്പോൾ തനത് നികുതി വരുമാനത്തിൻ്റെ കണക്കെടുത്താൽ അത്ഭുതകരമായൊരു കാര്യം ഞാൻ പറയാം. കേരളത്തിൻ്റെ തനത് നികുതി വരുമാനത്തേക്കാൾ കുറവാണ് മധ്യപ്രദേശിൻ്റേത്. 2021-22 കണക്കനുസരിച്ച് നോക്കിയപ്പോൾ കേരളത്തിൻ്റെതിനേക്കാൾ കുറവായിട്ടാണ് കാണുന്നത്. കേരളത്തേക്കാൾ എത്ര വലിയ സംസ്ഥാനമാണ്? അപ്പോൾ 2 വർഷം കൊണ്ട് 30,500-ലധികം കോടി രൂപയുടെ വർധനവ് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി. എന്നിട്ടും നമ്മൾ ഈ ഞെരുക്കം അനുഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കേന്ദ്രം കണ്ണിൽ ചോരയില്ലാതെ വെട്ടിച്ചുരുക്കിയതാണ്. 57,400 കോടി രൂപയുടെ നഷ്ടം ഈ വർഷം കേരളത്തിലുണ്ടാവുകയാണ്. അതായത് ഈ സ്പെൻഡ് ചെയ്യാൻ പണമില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ. അതായത് ഈ പറയുന്നത് പോലെ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങുന്നു എന്നുള്ളത് വലിയ ആക്ഷേപമായി ഉയർന്നിട്ടുണ്ടായിരുന്നു. പല ടെൻഡറുകളിലും പങ്കെടുക്കാൻ ആളില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ പണം, അതായത് പല കരാർ ജോലിക്കാർക്കും പണം കൊടുക്കുന്നില്ല, ഈ കൊടുക്കാനുള്ള പണം കൈവശമില്ല എന്നതാണ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പണമില്ല എന്നുള്ളത് മാത്രമാണോ പ്രശ്നം? പക്ഷേ ധൂർത്ത് നടക്കുന്നു എന്നൊരു ആരോപണം കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്നത്. ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി ഈ നാട് ചുറ്റേണ്ട കാര്യമുണ്ടോ എന്നുള്ളതായിരുന്നു അന്ന് പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇത്ര വലിയ ധൂർത്ത് നടക്കല്ലേ, ഇവിടെ പെൻഷൻ കൊടുക്കുന്നില്ല, ഈ പറഞ്ഞതുപോലെ കരാറുകാർക്ക് പൈസ കൊടുക്കുന്നില്ല. ഇതിനിടയിലാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടി നാട് ചുറ്റുന്നതെന്നായിരുന്നു ആ പ്രചരണം. ധൂർത്തുകൊണ്ടാണ് പ്രതിസന്ധി എന്ന പ്രചരണം BJPയെ സഹായിക്കാനുള്ള, കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പ്രചരണമാണിത്. അപ്പോൾ കേന്ദ്രം 57,400 കോടി വെട്ടിക്കുറച്ചത് കാണാതിരിക്കുകയും കേരളം 30,000-ലധികം കോടി രൂപ അധിക വരുമാനം ഉണ്ടാക്കിയിട്ടും കേന്ദ്രത്തിൻ്റെ ഈ പ്രതികാര നടപടി മൂലമുണ്ടായ ഞെരുക്കത്തെ കുറിച്ച് മിണ്ടാതിരിക്കുകയും ധൂർത്തിനെ കുറിച്ച് പറയുകയും ചെയ്യണമെങ്കിൽ അസാധാരണമായിട്ടുള്ള തൊലിക്കെട്ടി ഉണ്ടാവണം പ്രതിപക്ഷ നേതാവിന്. അങ്ങനെ പറഞ്ഞാൽ, ഇപ്പം നവകേരള സദസ്സ് ഒരു ധൂർത്തിൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, പ്രതിപക്ഷ നേതാവിന് കൊടുക്കുന്ന സൗകര്യങ്ങളെ ധൂർത്തിൻ്റെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. എന്തിനാണ് പ്രതിപക്ഷ നേതാവിന് ഇത്രയും സൗകര്യങ്ങൾ എന്ന് ചോദിക്കാമോ? ഞാൻ ആ കാര്യം അങ്ങനെ ചോദിക്കില്ല. അദ്ദേഹത്തിൻ്റെ ചോദിച്ച അതേ നിലവാരത്തിൽ ഞാൻ തിരിച്ചു ചോദിക്കില്ല. അത് ലാഭിച്ചതുകൊണ്ട് കേരളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രതിപക്ഷ നേതാവിന് ഒരു വർഷം കേരളം ഏതാനും കോടികൾ ചെലവഴിക്കുന്നുണ്ട്. 30-25 എത്ര സ്റ്റാഫുണ്ട്. മന്ത്രിമാർക്കുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. വാഹനമുണ്ട്, അദ്ദേഹത്തിനും പുതിയ വാഹനം സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട്. അത് വേണ്ടെന്ന് വെച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു ഇത്? അല്ല. അങ്ങനെ ലളിതവൽക്കരിക്കാമോ അതിനെ? അപ്പോൾ ആ ലളിതവൽക്കരണം കാര്യങ്ങളെ ഗൗരവത്തോടെ കാണുന്ന ഒരാൾക്ക് ചേർന്നതല്ല. അത് അദ്ദേഹം നടത്തുന്നത് BJPയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ശരി, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ധൂർത്ത് എന്നുള്ള ആക്ഷേപം ഇപ്പോൾ മാറ്റിവെച്ചാൽ തന്നെയും പ്രതിപക്ഷം ഉന്നയിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊരു ആക്ഷേപമുണ്ട് എന്നിരുന്നേ തന്നെ നിങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നവകേരള സദസ്സ് വഴി നിങ്ങൾ ഇതിനോടകം തന്നെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ റിഫ്ലക്ഷൻ എന്തായാലും ഉണ്ടാകുമോ ഈ തെരഞ്ഞെടുപ്പിൽ? ആ റിഫ്ലക്ഷൻ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം?
ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതാ, കേരളത്തിലെ സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചിട്ടും കേരളം ഇപ്പോൾ നേരിടുന്ന ഞെരുക്കത്തിൻ്റെ കാരണം കേന്ദ്രം ഇങ്ങനെ വെട്ടിക്കുറച്ചതാണ്. കണക്കുകൾ സഹിതം ജനങ്ങളോട് പറഞ്ഞു. ആ വെട്ടിക്കുറവിനെതിരെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയ 18 MP എന്ത് ചെയ്തു പാർലമെൻറ്റിൽ? ആ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമല്ലേ? എങ്ങനെയാണ് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് നീതി ലഭിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുമായിരുന്നത്? കേരളത്തിൻ്റെ ശബ്ദമായിട്ട് അവിടെ പ്രവർത്തിക്കേണ്ടവർ, കേരളത്തിൻ്റെ പ്രതിനിധികളായി പ്രവർത്തിക്കേണ്ടവർ അവരാണല്ലോ ഈ അനീതിക്കെതിരായിട്ട് അവിടെ പോരാടേണ്ടത്. കേരളത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടവർ അവരെന്താ ചെയ്തത്? അവരും കേരളത്തിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയാണ് ചെയ്തത്. അവസാനം നവകേരള സദസ്സ് തുടങ്ങിയപ്പോഴാണ് ഒരു UDF MP, തൃശ്ശൂരിൽ നിന്നുള്ള MP, ഒരു നോട്ടീസ് കൊടുത്തത്. 4.5 കൊല്ലം കഴിഞ്ഞിട്ട് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന പകപോക്കലിനെ സംബന്ധിച്ചൊരു നോട്ടീസ് കൊടുത്തു. അതും നോട്ടീസ് മാത്രമായിട്ട് ഒടുങ്ങി. ഉദയനിധി സ്റ്റാലിനൊക്കെ ഇതിൽ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ പറയുന്ന കേന്ദ്രത്തിന്റെ ഈ അവഗണനയ്ക്കെതിരെ, പ്രത്യേകിച്ചും തമിഴ്നാടിനോട് സമാനമായ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണല്ലോ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉദയനിധി സ്റ്റാലിനൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. സംസ്ഥാനം നടത്തുന്ന ഈ പോരാട്ടങ്ങൾക്ക് തമിഴ്നാട് കൂടി സപ്പോർട്ട് ചെയ്യും. ഒപ്പം തന്നെ കേരളത്തിൽ പ്രതിപക്ഷം കൂടി ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ആളുകളല്ലേ? തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് മാത്രമാണ് അത് തോന്നാത്തത്. കേരളത്തിൽ എല്ലാവരും ചിന്തിക്കുന്നു പ്രതിപക്ഷം കൂടി ഇതിനൊപ്പം നിൽക്കേണ്ടതല്ലേ. തമിഴ്നാട് കേരളത്തിനൊപ്പം നിൽക്കുന്നു, പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം BJPയുടെ കൂടെ നിൽക്കുന്നു. വിചിത്രമായിട്ടുള്ള കാര്യമാണ്. തമിഴ്നാട് കേരളത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കർണാടകയും സമാനമായ സാഹചര്യം നേരിടുകയാണ്. കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ആണല്ലോ. ഇത് സമാനമായി എത്രത്തോളം രൂക്ഷമല്ലെങ്കിലും ഏറെക്കുറെ സമാനമായ സാഹചര്യം നേരിടുന്നു. പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് നിൽക്കുന്നത് ആരുടെ കൂടെയാണ്? കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും കൂടെയാണ്. എനിക്ക് തോന്നുന്നു നാളെ ഈ ബീഹാറിലൊക്കെ പോലെ നാളെ കേരളത്തിൽ സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ട. അധികം വൈകാതെ കേരളത്തിലെ കോൺഗ്രസ് MLAമാരിൽ കുറേ പേർ ഹൈക്കമാൻഡിൻ്റെ പരിധിക്ക് പുറത്തായിരിക്കും ഫോണിൽ വിളിക്കുമ്പോൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിലെ MLAമാരും മറ്റൊരു പാളയം തേടുന്നതാണോ? അതെ, ബീഹാറിലെ MLAമാരെ ഹൈക്കമാൻഡ് ഫോണിൽ വിളിച്ചപ്പോൾ പരിധിക്ക് പുറത്താണ് എന്നാണ് മറുപടി കിട്ടുന്നത്. എന്നുവെച്ചാൽ അവർ ഹൈക്കമാൻഡിൻ്റെ പരിധിക്ക് പുറത്തായി, BJPയുടെ പരിധിക്കകത്തായി. കേരളത്തിലെ ഈ കോൺഗ്രസ് MLAമാരിൽ കുറേ പേരെങ്കിലും പരിധിക്ക് പുറത്താവാൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നവരാണ്. ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റാണ്, അതായത് 20 സീറ്റിൽ 19 സീറ്റും UDFന് ലഭിച്ച സ്ഥലമാണ്. ഒരു സീറ്റ് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നത്. 2004 സമാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഇത്തവണ ഉണ്ടാവും. കാരണം 2004 എന്തായിരുന്നു രാജ്യത്തെ സ്ഥിതി, അതിനേക്കാൾ ഗുരുതരമായ വെല്ലുവിളി മതനിരപേക്ഷത ഇന്ന് നേരിടുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇവിടെ ആരധികാരത്തിൽ വരും എന്നുള്ളതല്ല ഈ തെരഞ്ഞെടുപ്പിലിടുന്ന ചോദ്യം. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ അവശേഷിക്കുമോ എന്നതാണ്. അത് ജനം തിരിച്ചറിയുന്നുണ്ട്. 2004 വാജ്പേയി ഗവൺമെൻറ് അധികാരത്തിലിരുന്ന സന്ദർഭത്തിലാണ് വർഗീയതയ്ക്കെതിരായിട്ട് പൊരുതാൻ കെൽപ്പ് ഇടതുപക്ഷത്തിനാണ് എന്ന തിരിച്ചറിവാണ് 20-ൽ 18 സീറ്റ് എന്ന ഇടതുപക്ഷത്തിന് നൽകാൻ ജനങ്ങൾ തയ്യാറായത്. ഇന്ന് പ്രത്യേകിച്ച് കഴിഞ്ഞ 5 കൊല്ലത്തെ അനുഭവം കൊണ്ടുകൂടി കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കേരളം ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ജീവിതയോഗ്യമായ സ്ഥലമാണ്. മതനിരപേക്ഷതയും ജനാധിപത്യവും പുലരുന്ന ഈ ഇടം സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷം ശക്തിപ്പെടണം എന്ന് ആളുകൾ തിരിച്ചറിയും. ഒരു ചോദ്യം കൂടി, ഈ പറയുന്നത് പോലെ ഈ കേരളം വാസയോഗ്യമാണ് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ കാലത്ത് വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ കേരളത്തിൽ മികച്ച യൂണിവേഴ്സിറ്റികൾ ഇല്ലാത്തത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ മറ്റ് യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ചും വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് പഠനത്തിനായി പോകുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപം ശക്തമാണ്. കേരളത്തിൽ നിന്ന് കൂടോടുകൂടി കുട്ടികൾ ഇവിടെ നിന്ന് പോകുന്നു എന്ന് പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിൽ ഈ 2 കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ മികവ് കൊണ്ടുകൂടിയാണ് ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തെയും മികച്ച സർവകലാശാലകളിൽ കേരളത്തിലെ കുട്ടികൾക്ക് പ്രവേശനം കിട്ടുന്നത് മനസ്സിലാക്കണം. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്ക് കിട്ടുന്നത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ മികവാണ്. കഴിഞ്ഞ 7 വർഷമായി തുടർച്ചയായി നാഷണൽ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സിൽ നീതി ആയോഗിൻ്റെ കണക്കിൽ കേരളം 1-ാമതാണ്. കേരളത്തിലെ മാധ്യമങ്ങളുടെ മാധ്യമ പ്രവർത്തന ശൈലി മാറി തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങല്ല, പൂർണ്ണമായും മാധ്യമ പ്രവർത്തനം കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു മാധ്യമങ്ങൾ എന്നതാണ്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രൊപ്പഗാൻഡയാണ്. സംഘപരിവാറിന് വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗാൻഡ, ഇടതുവിരുദ്ധമായ വലതുപക്ഷ പ്രൊപ്പഗാൻഡ.
അതേ നടത്തുന്നുള്ളൂ. മാധ്യമപ്രവർത്തനം എന്നോ അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഈ ഗവർണർ ഇപ്പോൾ ഈ SFI വിദ്യാർത്ഥി SFIയുമായി നടത്തുന്ന യുദ്ധമുണ്ടല്ലോ, ഇന്നലെ ഗവർണർ നടുറോഡിലിരിക്കുന്നു, മുഖ്യമന്ത്രി വരണം, DGP വരണം, അങ്ങനെ അദ്ദേഹത്തിന്റെ ഡിമാൻഡ്സ് ഇങ്ങനെ കുറഞ്ഞു വന്നു. അവസാനം അദ്ദേഹം എഴുന്നേറ്റ് പോയി. എന്താ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്? ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും SFIയുമായുള്ള പ്രശ്നം എന്താണ്? അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ആളുകൾക്ക് ഇതിപ്പോൾ പോയിട്ടൊരു തമാശയായിട്ട് മാറിയിട്ടുണ്ട്. മാധ്യമങ്ങളെ സംബന്ധിച്ചും സന്തോഷമാണ്. കാരണം വാർത്താ ദാരിദ്ര്യത്തിന് ഒരല്പം ആശ്വാസം ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള പ്രകടനങ്ങൾ വഴിയാണ്. അദ്ദേഹം കോഴിക്കോട്ട് ഹലുവ കടയിൽ കയറി, അപ്പോൾ അത് കഴിഞ്ഞു ഇപ്പോൾ നിലമേലിൽ കടത്തിണ്ണയിൽ കയറിയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു വാർത്താ പ്രാധാന്യം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഗവർണർ ആയതുകൊണ്ട് ഒരു വാർത്താ പ്രാധാന്യമുണ്ട്. ഹലുവ കടയിൽ പലരും കയറുന്നുണ്ട്, കടത്തിണ്ണയിൽ പലരും കയറിയിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഗവർണർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് സാധാരണ പ്രതീക്ഷിക്കാവുന്ന കാര്യമില്ല. അസാധാരണമായിട്ടുള്ള പെരുമാറ്റ രീതികൾ ഉണ്ടാവുമ്പോൾ അത് വാർത്തയായിട്ട് മാറുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് പക്ഷേ പരിഹസിച്ച് തള്ളാവുന്ന ഒന്നല്ല അതെന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലരൊക്കെ പറയുന്നുണ്ട് കുട്ടികളെപ്പോലെ. ഇതൊരു ശിശുസഹജമായിട്ടുള്ള വാശി മാത്രമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇതിൻ്റെ പിന്നൊരു രാഷ്ട്രീയ പദ്ധതിയുണ്ട്. നേരത്തെ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിട്ടും കേരളം നിവർന്നു തന്നെ നിൽക്കുകയാണ്. അടിച്ച് താഴെയിടാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. അപ്പോൾ വേറെ മാർഗങ്ങൾ അവലംബിക്കുന്നതിൻ്റെ തുടക്കമാണ്. കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് വേറെ നിലയിലുള്ള ഇടപെടൽ, കേന്ദ്ര സേനയെ കൊണ്ടുവരാൻ ഒക്കെയുള്ള ഒരു വാതിൽ തുറന്നിടാനുള്ള നീക്കമാണ്. ഒരു ഗ്രാൻഡ് ഡിസൈൻ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരു കേരള വിരുദ്ധ അജണ്ട നടപ്പിലാക്കാൻ ഗവർണറെ കേന്ദ്രം ഉപയോഗിക്കുകയാണ് എന്ന് വേണം നമ്മൾ കാണാൻ. വളരെ നന്ദി ശ്രീ എം വി രാജേഷ്. ഇത്രയധികം സമയം ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾക്കൊപ്പം പങ്കുവച്ചതിന് വളരെ നന്ദി. ഇത്രയധികം സമയം ചെലവഴിച്ചു. താങ്ക് യു.